കാരുണ്യവാനായ കർത്താവിന് സ്തോത്രം. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറിയിൽ പ്രായശ്ചിത്തമായി തീർന്ന, എന്നാൽ മരിച്ചവരിൽ നിന്നും ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. പിന്നെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും നമ്മെ ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കൂട്ടിവരുത്തിയല്ലോ ഇങ്ങനെയുള്ള ഒരു ദൈവവചന പഠനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. യുദ്ധക്കെടുതികളിലൂടെ, വിവിധമായ ഭീഷണികളിലൂടെ ഒക്കെ ലോകം കടന്നു പോകുന്നു. സമാധാനമില്ലാതെ ജനം നെട്ടോട്ടം ഓടുന്നു. കർത്താവ് നമുക്ക് പകർന്നിരിക്കുന്ന സമാധാനത്തിനും പ്രത്യാശയ്ക്കുമായി ദൈവത്തിന് സ്തോത്രം. ഒരു കാലത്ത് നാമും ഈ ലോകത്തിൽ പ്രത്യാശയില്ലാത്തവരായിരുന്നു. ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ദൈവത്തിൽ നിന്ന് അകന്നവരും ആയിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും ആ വലിയ സ്നേഹത്താൽ നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കുകയും സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തുകയും ചെയ്തിരിക്കയാൽ അവിടത്തേക്ക് സ്തോത്രം. ആ പ്രത്യാശയിൽ നിലനിൽക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യട്ടെ. കേവലം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ പ്രത്യാശ ഉള്ളവരായിരിക്കുക എന്നതിനേക്കാൾ നാം പ്രത്യാശിക്കുന്നത് പ്രാപിക്കുന്നവരായും തീരേണ്ടതിന് നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കൽ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. എബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട ദൈവ സ്വരൂപത്തെക്കുറിച്ചും ദൈവ സാദൃശ്യത്തെക്കുറിച്ചുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നമ്മൾ ആ വിഷയത്തിൽ 3 കാര്യങ്ങളാണ് ഇതുവരെ പഠിച്ചത്. അതിൽ ഒന്നാമത്തേത് ദൈവസ്വരൂപവും സാദൃശ്യവും എന്തല്ല എന്ന് കണ്ടു. അതായത് ഭൗതികമായ, ശാരീരികമായ ഒരവസ്ഥയോ മനുഷ്യന്റെ ശരീരഘടനയോ അല്ല ദൈവസ്വരൂപവും ദൈവസാദൃശ്യവും എന്നതാണ് നാം ആദ്യം കണ്ടത്. അതിന് ഇന്നലെ ഏറ്റവും ഒടുവിലായിട്ട് കൊലോസ് ലേഖനത്തിൽ നിന്നും കൂടെ നമ്മൾ ചില കാര്യങ്ങളെ നോക്കുകയുണ്ടായി. അവിടെ നമ്മൾ കണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പൗലോസ് അപ്പോസ്തലൻ കൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രതിമ അല്ലെങ്കിൽ പ്രതിബിംബം അല്ലെങ്കിൽ സാദൃശ്യം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയോഗമാണ്. നാം കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കണ്ടിരുന്നു, യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണെന്ന്. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് യേശുക്രിസ്തു എന്ന് നമ്മൾ ആ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട് 2-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജഡധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിമ, ആ ക്രിസ്തുവിൽ
ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. ആ ദൈവത്തെ കൊലോസ്യർ 1:15 അദൃശ്യനായ ദൈവമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന സമയത്തുണ്ടായിരുന്ന ശരീരപ്രകൃതി പോലെ ദൈവത്തിന് ഒരു ശരീരപ്രകൃതി ഉണ്ട് എന്ന് നമുക്കിതിൽ നിന്നും അനുമാനിക്കാൻ സാധ്യമല്ല. കാരണം ദൈവത്തെക്കുറിച്ചുള്ള പഠിപ്പീര്, വേദപുസ്തകം നമുക്ക് നൽകുന്ന കാഴ്ചപ്പാട് ദൈവം ആത്മാവാണ് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് ഇവിടെ പറയുന്ന പ്രതിമ, ഇംഗ്ലീഷിൽ ഇമേജ്, അത് ബാഹ്യമല്ല, ശാരീരികമല്ല എന്നതാണ് നാം ആ വിഷയത്തിൽ ഒന്നാമതായി കണ്ടത്. രണ്ടാമതായി നാം ഒന്നാമത്തെ വിഷയത്തെ ഒന്ന് തിരിച്ചിടുകയാണ്. യേശു ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും മനുഷ്യനിൽ അവൻ്റെ ശരീരഘടന തന്നെയാണ് എന്നൊരാൾ വാദിക്കുന്നെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിലുള്ള സാധ്യതയായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പഠനം. അത് നാം കണ്ടത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുന്ന സമയത്ത്, വീണ്ടെടുപ്പുകാരനായി വരുന്ന സമയത്തേക്ക് ദൈവം അനാദിയിൽ തന്നെ കണക്ക് കൂട്ടിവെച്ചിരുന്ന ആ ഒരു പ്രതിമ അല്ലെങ്കിൽ ആ ഒരു രൂപം, അതിനെപ്പറ്റിയും നമ്മൾ റോമർ 5:14 നിന്നും എബ്രായർ 10:5 നിന്നുമൊക്കെ കണ്ടു. ദൈവം ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്ന സമയത്തേക്ക് ഒരു ശരീരം കരുതിയിരുന്നു. ശരീരം ഉണ്ടാക്കി വെച്ചിരുന്നില്ല, പകരം അതിൻ്റെ മുഴുവൻ രൂപകൽപ്പനകളും ചെയ്തിരുന്നു. അതിനനുസൃതമായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. വീണ്ടെടുപ്പുകാരനായ അല്ലെങ്കിൽ വീണ്ടെടുപ്പുകാരൻ്റെ പ്രകൃതത്തിൽ, സ്വരൂപത്തിൽ വീണ്ടെടുക്കപ്പെടേണ്ടവനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് നാം രണ്ടാം ഭാഗത്ത് കണ്ടത്. മൂന്നാമതായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി, സ്വരൂപമെന്നും സാദൃശ്യമെന്നും പറഞ്ഞാൽ ഭൗതികമോ ശാരീരികമോ അല്ലെങ്കിൽ പിന്നെന്താണ്? അതിനെ സംബന്ധിച്ചാണ് നമ്മൾ വളരെ ചുരുക്കമായിട്ട് ഇന്നലെ ഏറ്റവും ഒടുവിൽ പഠിക്കാൻ ശ്രമിച്ചത്. ദൈവസ്വരൂപം എന്നത് ആത്മീയവും ആന്തരികവുമാണ്, സാൻമാർഗികമാണ് എന്നൊക്കെ. സ്തോത്രം. Because the image and likeness of God, not physical or material, then what? It is spiritual, it is moral, it is representational, and it is something immaterial. അതിനെ ഒറ്റ വാക്കിൽ അഭൗമികം എന്ന് വിളിക്കാം, ആത്മീയം എന്ന് വിളിക്കാം. അപ്പോൾ ആത്മീയവും അഭൗമികവും അല്ലെങ്കിൽ അലൗകികവുമായി മനുഷ്യനിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രാതിനിധ്യ അവസ്ഥകളെയാണ് നമുക്ക് ദൈവസ്വരൂപമെന്നും സാദൃശ്യമെന്നും വിളിക്കുവാൻ സാധിക്കുക. സ്തോത്രം. ദൈവസ്വരൂപമെന്നും സാദൃശ്യമെന്നും നമുക്ക് വിളിക്കുവാൻ കഴിയുന്നത് മനുഷ്യനിൽ ദൈവം സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ തന്നെ സന്നിവേശിപ്പിച്ച അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലാക്കിയ
ആത്മീയവും അഭൗമികവും പ്രാതിനിധ്യപരവും സാൻമാർഗികം അല്ലെങ്കിൽ നൈതികവുമായ ചില ഗുണവിശേഷങ്ങളാണ്. So image and likeness we can summarize like this. They are divine, spiritual, immaterial, and representational qualities God input in man at the very time of his creation. They are immaterial, അഭൗമികമായിട്ടുള്ളതാണ്. They are spiritual, ആത്മീയമായിട്ടുള്ളതാണ്. മോറൽ, സാൻമാർഗികപരം അല്ലെങ്കിൽ നൈതികമായിട്ടുള്ളതാണ്. അത് ദൈവമാണ് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നത് സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ. സ്തോത്രം. വളരെ ചുരുക്കമായി നമുക്ക് അങ്ങനെ ഇതിനെപ്പറ്റി പറയാൻ പറ്റും. അത് ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇന്നലെ നമ്മൾ ചിന്തിച്ച അത്രയും വിഷയങ്ങളിൽ. ഒന്നുമില്ലെന്ന് മൗനത്തിൽ നിന്ന് മനസ്സിലാക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സാദൃശ്യവും സ്വരൂപവും, സ്തോത്രം, നമുക്ക് അറിയാമല്ലോ, എബ്രായ ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം, എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉൽപ്പത്തി 1:26 വാക്യത്തിൽ നമ്മൾ കാണുന്ന ദൈവ സ്വരൂപവും ദൈവ സാദൃശ്യവും എന്നുള്ളതിന് കൊടുത്തിട്ടുള്ള എബ്രായ പദങ്ങൾ എന്ന് പറയുന്നത് ഇമേജ്, സ്വരൂപം എന്നുള്ളതിന് കൊടുത്തിട്ടുള്ളത് സെലീം എന്നൊരു പദമാണ്. TSELEM, TSELEM, സെലീം, ഇമേജ്. ചിലപ്പോൾ ഉച്ചാരണം തെറ്റാകാം, കാരണം ഞാൻ എബ്രായ ഭാഷ പഠിച്ചിട്ടില്ല. ഭാഷ പഠിക്കാനുള്ള അസൗകര്യമോ മനസ്സില്ലായ്മയോ കൊണ്ട് ഞാൻ ഐച്ഛിക വിഷയമായിട്ട് ഇതിനു പകരം മറ്റൊരു തിയോളജിക്കൽ സബ്ജക്റ്റാണ് ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. ഇന്ത്യൻ ക്രിസ്ത്യൻ തിയോളജി, ICT എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്. അതുകൊണ്ട് എബ്രായ ഭാഷ പഠിക്കാനുള്ള അവസരത്തെ ഞാൻ നഷ്ടപ്പെടുത്തി. ഇന്ന് അതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നുണ്ട്. പഠിക്കേണ്ടതായിരുന്നു. കുറഞ്ഞപക്ഷം വായിക്കാനും എഴുതാനും ഉച്ചരിക്കാനുമെങ്കിലും പഠിച്ചു പോയാനായിരുന്നു. ഇന്ന് പലരും തനിയെ എബ്രായ ഭാഷ പഠിക്കുന്നുണ്ട്. എൻ്റെ ചില പ്രിയപ്പെട്ട സഹോദരന്മാരും അങ്ങനെ പഠിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ആയവരും ചിലരെ അങ്ങനെയുള്ളവരെ കണ്ടു. ഞങ്ങളുടെ ചർച്ചിലെ സഹോദരങ്ങൾക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ഞങ്ങളുടെ ചർച്ചിൽ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഒരാൾ വരികയും അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു
റിട്ടയർഡായിട്ടുള്ള, ഗവൺമെൻറ്റിൽ നിന്ന് സർവീസ് കഴിഞ്ഞ് റിട്ടയറായ ഒരു ആളാണ്. അപ്പം നമുക്ക് സ്വയമായിട്ട് വേണമെങ്കിൽ പഠിക്കാം. ഡോക്ടർ വില്യം കേറി ഒക്കെ തന്നെ തൻ്റെ ചെരുപ്പ് കുത്തുന്ന ജോലിക്കിടയിൽ അപ്പുറവും ഇപ്പുറവും ഗ്രീക്കും എബ്രായ ഭാഷയും ഒക്കെ വെച്ച് തന്നെ പഠിച്ച് കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ്. അപ്പം നമുക്കും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ദൈവം അതിന് കഴിവുകളും കൂടെ തന്നിട്ടുള്ളവർക്കത് ചെയ്യാവുന്നതാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് ഉച്ചാരണം എബ്രായ ഭാഷ ആയതുകൊണ്ട് വവൽസ് ഇല്ലാത്ത, സ്വരാക്ഷരങ്ങളില്ലാത്തൊരു ഭാഷയാണ്. അതുകൊണ്ട് തന്നെ എബ്രായ ഭാഷയുടെ ഉച്ചാരണത്തിനും വ്യാഖ്യാനത്തിനുമൊക്കെ പലരും പല രീതിയിൽ ഉപയോഗിച്ചേക്കാം, വ്യത്യാസങ്ങളുണ്ട്. അത് ഈ കാരണത്താലാണ് എന്ന് ഒന്ന് പറയാൻ ഇത്രയും ഞാൻ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഈ സെലേം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് റെഫേഴ്സ് ടു എ ഷാഡോ, outline, or a curved image or representative statue. പുരാതന ലോകത്ത് ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി തൻ്റെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുമായിരുന്ന ഒരു പദമാണിത്, സെലേം എന്നുള്ളത്. അത് ഒരു നിഴൽ എന്നോ ഒരു ഔട്ട്ലൈൻ എന്നോ ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഈ രാജാവിൻ്റെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ഒരു വിഗ്രഹമോ പ്രതിമയോ ഉണ്ടാക്കി വയ്ക്കുന്നത് അത് പ്രതീകാത്മകമാണ്. ഇറ്റ് ഈസ് റെപ്രസെന്റേഷണൽ. താൻ സന്നിഹിതനല്ലാത്ത ഒരു സ്ഥലത്ത്, താൻ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഓർമ്മപ്പെടുത്താൻ, തന്നെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു പ്രതിമയാണത്, അല്ലെങ്കിൽ ഒരു പ്രതീകാത്മകമായ വസ്തുവാണത്. നമ്മൾ ഇന്ന് നമ്മുടെ ഫോട്ടോയൊക്കെ വയ്ക്കുന്ന, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫോട്ടോയൊക്കെ വെച്ച് നമ്മൾ തന്നെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുക. പൊതുവെ ഈ ഭരണാധിപന്മാരൊക്കെ അവരുടെ ഭരണാധിപന്മാരാകട്ടെ, അല്ലാതെ രാഷ്ട്രത്തലവന്മാര്, രാഷ്ട്രീയ നേതാക്കന്മാര്, മതഗുരുക്കന്മാര്, നേതാക്കന്മാര്, പിന്നെ കായിക രംഗത്തുള്ള വലിയ വലിയ താരങ്ങൾ, സിനിമാ താരങ്ങളൊക്കെ എന്നതിൽപ്പെടും. ഇവരൊക്കെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ പ്രതിമകൾ സ്ഥാപിക്കുന്നത് ഇവരില്ലാത്ത സ്ഥലങ്ങളിലാണ്. ഇവർ അവിടെ ശാരീരികമായിട്ട് ഇല്ല. അതുകൊണ്ട് അവിടെ ഉള്ളവരെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഇദ്ദേഹത്തെക്കുറിച്ചും അവരെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പ്രതിമകളെ സ്ഥാപിക്കുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ സ്വരൂപമാണ് നാം, ഇമേജാണ് നാം എന്ന് പറയുമ്പോൾ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? ദൈവം ദൃശ്യരൂപത്തിൽ സന്നിഹിതൻ അല്ലാത്ത പ്രപഞ്ചത്തിൽ, സൃഷ്ടികളുടെ മുമ്പിൽ സ്രഷ്ടാവിനെ ഓർമ്മപ്പെടുത്തുകയും
സ്രഷ്ടാവിനെ പ്രതിനിധീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടി നിയമിക്കപ്പെട്ട, സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. ആവർത്തിക്കണോ? ഓക്കെ. An image of a king or a leader, whether political, national, or a religious, or we can say an athlete, a sports person, or such a particular figure. So image of such a person is set in such a place where that particular person is not literally present, but this image should remind of him to the people around there. This image would represent that person living somewhere else. In the same way, when God made man in his own image, we can say God made man as his statue, as his image, to represent God in the universe, among the creation, where the Creator God was not literally, rather visibly present. So God was not visibly present in the universe to his creatures, but God made a visible image to represent him among the creations. തങ്ങളുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കുന്ന ഈ വലിയ മനുഷ്യർ, ഏതായാലും കൊച്ചു മനുഷ്യരുടെ, അപ്രധാന്യമുള്ളവരുടെ ഒന്നും പ്രതിമകൾ ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഈ പ്രതിമകൾ ഉണ്ടാക്കുന്നവർ, അല്ലെങ്കിൽ പ്രതിമകൾ ഉണ്ടാക്കുന്നവരോ അവർ വലിയ വലിയ മനുഷ്യരാണ്. ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രശസ്തരാണ്, താരങ്ങളാണ്, സെലിബ്രിറ്റീസ് ആകാം, ലീഡേഴ്സ് ആകാം. പക്ഷെ അവരാരും ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് അക്ഷരീയമായി കാണത്തക്കതുപോലെ ഇല്ല. അതുകൊണ്ട് അവിടുത്തെ ജനത്തിൻ്റെ ഇടയിൽ ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ പ്രതിമകൾ സ്ഥാപിക്കുന്നത്. ഇന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്കറിയാം. അവർ ഭരിക്കുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ സർക്കാർ, ആ സർക്കാരിലെ മുഖ്യനായ വ്യക്തി, അത് ചിലപ്പോൾ ആ പാർട്ടിയുടെ ലീഡർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാം, ഒരു രാജ്യത്ത് പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആകാം. അവരുടെ ഭരണം നടത്തുമ്പോൾ അവരുടെ ആ ഉന്നത നേതാവിൻ്റെ ചിത്രം പ്രതിമകളായിട്ടോ പടങ്ങളായിട്ടോ ഫ്ലെക്സുകളിലോ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലായിടത്തും പ്രചരിപ്പിക്കും. എന്തുകൊണ്ട്? ഉദാഹരണത്തിന് നമ്മുടെ കേരള മുഖ്യമന്ത്രി, കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യാദികളിലും പാർട്ടിയുടെ പേരോ ചിഹ്നമോ അല്ലെങ്കിൽ മുഖ്യനായ വ്യക്തിയുടെ പടമോ കാണും. എന്തിനാ? എല്ലാ വീട്ടിലും മുഖ്യമന്ത്രിക്ക് ചെന്നിരിക്കാൻ നോക്കത്തില്ല. എന്നാൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുമാറ് അദ്ദേഹത്തിൻ്റെ ചിത്രമോ പ്രതിമയോ എല്ലാ വീടുകളിലും എത്തിക്കാൻ പറ്റും. പ്രധാനമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി ഏതൊരു രാജ്യത്തിൻ്റെയും, കൂടുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിനെടുക്കാം, അദ്ദേഹത്തിന് എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നും എല്ലായ്പ്പോഴും പോകാനും ഒന്നും പറ്റില്ല.
ഒരു 5 വർഷത്തെ ഭരണകാലയളവിൽ വളരെ ചുരുക്കം സമയങ്ങളിൽ മാത്രമേ സംസ്ഥാനങ്ങളിലെത്തൂ. ചിലടത്താണെങ്കിൽ എത്താറില്ല. എന്നാൽ ഭരണാധിപൻ ആ ഒരു പ്രത്യേക സംസ്ഥാനത്ത് എത്താൻ കഴിയുന്നില്ലെങ്കിലും അവിടെയുള്ള ജനത്തിന് തന്നെക്കുറിച്ച് അറിവ് കൊടുക്കാൻ, തന്നോടുള്ള ജനത്തിൻ്റെ പ്രതിപത്തി വർദ്ധിപ്പിക്കുവാൻ, ബഹുമാനം വർദ്ധിപ്പിക്കുവാൻ, സ്നേഹം വർദ്ധിപ്പിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം അവരുടെ മേൽ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ആ നേതാവിൻ്റെ പടമോ പ്രതിമയോ ഒക്കെ സ്ഥാപിക്കുന്നു. അപ്പോൾ വരികയും പോവുകയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കാണാൻ പറ്റും. ഇതുപോലെ സ്രഷ്ടാവായ ദൈവം സൃഷ്ടിയിൽ ദൃശ്യമായ നിലയിൽ സന്നിഹിതനല്ല. സൃഷ്ടികൾക്ക് കാണത്തക്കതുപോലെ ദൈവം സന്നിഹിതനല്ല. മനുഷ്യന്റെ മാംസചക്ഷസുകൾക്ക് വിഷയീഭവിക്കും പോലെ ദൈവം പ്രപഞ്ചത്തിൽ തന്നെ വെളിപ്പെടുത്തിയില്ല. മാംസക്കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന അളവിൽ ദൈവത്തെ തന്നെ ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുത്തിയില്ല. എന്നാൽ ആ അദൃശ്യനായ ദൈവത്തെ കാണും അളവിൽ വെളിപ്പെടുത്താനും, ആ ദൈവം എന്തൊക്കെ ഈ സൃഷ്ടിയിൽ ചെയ്യണമായിരുന്നുവോ അതൊക്കെ ചെയ്യുവാനുമായിട്ട് ദൈവം നിയമിച്ച് ആക്കിയ മനുഷ്യനെ നമുക്ക് വിളിക്കാം ദൈവത്തിൻ്റെ സ്വരൂപം. സ്തോത്രം. സോ ഇറ്റ് ഈസ് റെപ്രസെൻറ്റേഷണൽ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും ആ സംഗതി പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഇതാണ് ഇമേജ്, സ്വരൂപം എന്നതിൻ്റെ അർത്ഥം. സെലേം, TSELEM. സ്തോത്രം. അതിനെ ഗ്രീക്കിൽ വിളിക്കുന്നത് എയ്ക്കോൺ എന്നാണ്. എയ്ക്കോൺ, EIKON, EIKON, എയ്ക്കോൺ. ഇതാണ് ഈ ദൈവിക സാദൃശ്യത്തിന്, ദൈവത്തിൻ്റെ സ്വരൂപത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം. സ്തോത്രം. അതിന് പല അർത്ഥങ്ങളുണ്ട്. ആ നിലയിൽ അതിൽ ചിലത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. അതിനെ പല തരത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് പ്രധാനമായിട്ടും 2 ആശയങ്ങളാണ് അതിന് വേണ്ടി ബൈബിൾ ഡിക്ഷണറി നൽകുന്നത്. 2 ideas of representation and manifestation. Representation and manifestation. ഈ എയ്ക്കോൺ എന്ന EIK ലോങ് ON, എയ്ക്കോൺ, അതിനെ റെപ്രസെൻറ്റേഷൻ എന്നും മാനിഫെസ്റ്റേഷൻ എന്നും, പ്രാതിനിധ്യം എന്നും പ്രദർശനമെന്നും ഉള്ള 2 ആശയങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത്. സ്തോത്രം. ഓക്കെ, അതാണ് ബൈബിൾ ഡിക്ഷണറി നമ്മെ പഠിപ്പിക്കുന്ന സംഗതി. അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന പല അർത്ഥതലങ്ങളുണ്ടെങ്കിലും ഡിക്ഷണറിയിൽ ഏതാണ്ട് 3-ൽ പരം രീതികളിൽ ആ പദം ഉപയോഗിച്ചിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരെണ്ണം മാത്രമേ നമ്മൾ ഇവിടെ എടുക്കുന്നുള്ളൂ. അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്. ദിസ് വേർഡ് ഈസ് യൂസ്ഡ് ഓഫ് ദ റിലേഷൻസ് ബിറ്റ്വീൻ ഗാഡ് ദ ഫാദർ, ക്രൈസ്റ്റ് ആൻഡ് മാൻ. പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിനും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിനും
ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ നമ്മളിപ്പോൾ കൊലോസ് ലേഖനത്തിൽ നിന്നും വായിച്ച 1:15, 2:9 പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച സൂചകങ്ങളാണ്. ആ ഭാഗങ്ങൾ നമ്മുടെ വിഷയത്തിന് വിധേയപ്പെടുന്നില്ലാത്തത് കൊണ്ട് അത്രമാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. എന്നാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നതിനും വേണ്ടി ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമതായിട്ട് ഡിക്ഷണറിയിലെ കാര്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. This word is used of man as he was created as being a visible representation of God. A visible representation of God. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 1 Corinthians 11:7. For a man ought not to cover his head, since he is the image and glory of God, but woman is the glory of man. See, man, the male person, is the image and glory of God. ഇവിടെ ഈ മനുഷ്യനെ ദൈവത്തിൻ്റെ, മലയാളത്തിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? പുരുഷൻ, മനുഷ്യൻ, ഭർത്താവ്. ഭർത്താവിന് പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സുമാകയാൽ മൂടുപടം ഇടേണ്ടതല്ല. ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും ആകയാൽ. പ്രതിമയും തേജസ്സും ആകയാൽ. അപ്പോൾ പുരുഷനെ ദൈവത്തിൻ്റെ പ്രതിമ എന്ന് ഇവിടെ വിളിക്കുന്നതിൻ്റെ അർത്ഥമാണ് മൂലവാക്കുകളിൽ നിന്നും എടുത്തു പറഞ്ഞത്, നമ്മളിപ്പോൾ പറഞ്ഞത്. സ്തോത്രം. എന്താണ്? Man as he was created as a being, a visible representation of God. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഒരു പ്രതീകം എന്ന നിലയിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിമ, അല്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഡിക്ഷണറി വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്: a being corresponding to the original. The condition of man as a fallen creature has not entirely effaced the image. He is still suitable to bear responsibility. He still has God-like qualities, and so on and so on. ആ രണ്ടാം ഭാഗം നമുക്കിതിന് ശേഷം ചിന്തിക്കാം. പാപം നിമിത്തം ഇതിനെന്തെങ്കിലും കേട് സംഭവിച്ചുവെന്ന്. അന്നേരം ഈ ഭാഗം ഒന്നും കൂടെ നമുക്കെടുക്കാം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വരൂപം, സ്രഷ്ടാവായ ദൈവത്തിൻ്റെ പകരക്കാരനായി സൃഷ്ടിയുടെ മുമ്പിൽ വെളിപ്പെടുക. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യ പ്രാതിനിധ്യം സൃഷ്ടികളുടെ മുൻപിൽ വഹിക്കുക. അതിന് പ്രാപ്തിയുള്ളവനായിട്ടാണ്, അതിന് കഴിവുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് ദൈവ സ്വരൂപം. ഇന്നും നമുക്കറിയാം, ഒരു 10-60 കിലോ മാത്രം, അല്ലെ പോട്ടെ 70 കിലോ മാത്രം ഭാരമുള്ള ഒരു മനുഷ്യൻ
ടൺ കണക്കിന്, അല്ലെ പോട്ടെ ക്വിന്റൽ കണക്കിന്, 100 കണക്കിന് കിലോ ഭാരമുള്ള വന്യജീവിയായ കാട്ടാനയെ മെരുക്കിയെടുത്ത് അവന്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നു. സർക്കസിലൊക്കെ ആണെങ്കിൽ പോലും സിംഹം ഉൾപ്പെടെയുള്ള ഹിംസ്രജീവികളെ വരച്ച വരയിൽ നിർത്തുന്നു, വളച്ചു വച്ച ആ വളയത്തിനകത്ത് കൂടെ ചാടിക്കുന്നു. ഇന്നും മനുഷ്യനിൽ ഈ ഒരു പ്രാതിനിധ്യ സ്വഭാവം കാണുവാൻ സാധിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്രഷ്ടാവിന്റെ പകരക്കാരനായിട്ടാണ് സൃഷ്ടിച്ചത്. പകരക്കാരൻ എന്ന് പറയുമ്പോൾ അനുവദിക്കപ്പെട്ട ചില സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കരുത് കേട്ടോ. സ്തോത്രം. മനുഷ്യന് അന്ന് അനുവദിച്ച ചില അവകാശങ്ങൾ, അധികാരങ്ങൾ, ദൈവത്തിന്റെ പകരക്കാരനായിട്ട്. എന്നാ ഞാൻ ദൈവത്തിന്റെ പകരക്കാരനാണ്, കുത്തിയിരുന്ന് ആരാധന അങ്ങ് സ്വീകരിക്കാമെന്ന് വെച്ചാൽ അനുവദിച്ചിട്ടില്ല. സ്തുതി സ്വീകരിക്കാം, നോ, അനുവദിച്ചിട്ടില്ല. ദൈവത്തിന്റെ സ്രഷ്ടാവിന്റെ പകരക്കാരനായി എന്നെ ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചാക്കി എന്ന് വച്ചാൽ സ്രഷ്ടാവ് സൃഷ്ടിയുടെ മേൽ നടത്തേണ്ടിയിരുന്ന ആധിപത്യം നടത്താൻ വേണ്ടി മാത്രമാണ്. ആ ആധിപത്യം എന്നതിനകത്ത് പരിപാലനമുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുന്നതുണ്ട്. ഇതെല്ലാം ആധിപത്യത്തിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്രഷ്ടാവ് സൃഷ്ടിയുടെ മേൽ എന്ത് ചെയ്യാനാണോ ആഗ്രഹിച്ചിരുന്നത് അത് ദൈവത്തിന് പകരം നടപ്പിലാക്കാൻ ദൈവം ദൈവികമായ എല്ലാ കഴിവുകളോടും കൂടെ സൃഷ്ടിച്ച് ആക്കി എന്നതാണ് ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. So God made man in his own image, that he could exercise an authority, a dominion over the entire creation on behalf of the Creator in a limited way that was permitted to him at the creation, as we read in 126 and 28 of Genesis. That was not meant to receive worship. No, that was not given. That right was never ever given to anyone. But to subdue the creation and to have dominion over them. Even today we see, even after man fell, the fallen man, the fallen Adamic being, still are capable to discipline wild animals like elephant, lion, etc., etc. അപ്പം വീഴ്ച വന്ന മനുഷ്യന് ഈ വീണുപോയ അവസ്ഥയിൽ പോലും കാട്ടാനയും
സിംഹവും ഉൾപ്പെടെയുള്ള വന്യജീവികളെ തങ്ങളുടെ വിരലനക്കത്തിന് നൃത്തം ചവിട്ടിക്കാനായിട്ട് പ്രാപ്തി ഉണ്ട്. ഇന്നും മനുഷ്യനിൽ ആ കഴിവുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്നത്തേത് ഓർത്ത് നോക്കിക്കോ. സ്രഷ്ടാവിന് പകരം ഭൂമിയെ, സൃഷ്ടിയെ അടക്കി വാഴുക, അടക്കി വാഴുക. അതാണ് ഇവിടെ നമ്മൾ കാണുന്ന റെപ്രസെൻറ്റേഷൻ എന്നത്. സ്തോത്രം. അതാണ് ഇവിടുത്തെ ഇമേജ് എന്നതിൻ്റെ അർത്ഥം. ഇമേജ് എന്നതിൻ്റെ അർത്ഥം. ഇത്രയും മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇത്രയും കാര്യത്തിൽ? ഒന്നുമില്ല. എങ്കിൽ അടുത്തതാണ് ലൈക്നെസ്. ലൈക്നെസ്, സാദൃശ്യം. സാദൃശ്യം. അതിനുള്ള എബ്രായ പദമാണ് ഡിമറ്റ്. DEMUT. മുമ്പേ പറഞ്ഞതുപോലെ ഉച്ചാരണം ഒരുപക്ഷെ തെറ്റായിരിക്കാം. ഡിമറ്റ്. ഡാമ, DAMAH, ഡാമ എന്ന മൂല വാക്കിൽ നിന്നുമാണ് ഈ ദിമറ്റ് എന്ന ലൈക്നെസ്, സാദൃശ്യം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ മൂലപദമായ ഡാമയുടെ അർത്ഥം ടു റിസംബിൾ എന്നാണ്. ടു റിസംബിൾ. ടു റിസംബിൾ. അതിനും പല അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാദൃശ്യം, സദൃശ്യപ്പെടുക, ഒരുപോലിരിക്കുക, തുല്യമായിരിക്കുക, അതുപോലെ ഇരിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിൻ്റെ അർത്ഥം വരുന്നത്. ഡിക്ഷണറി അതിനും നൽകുന്ന അർത്ഥം ഞാൻ ചിലതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഈ ഡാമ, DAMAH, D long A M long AH, ഡാമ, ഇത് വേദപുസ്തകത്തിനകത്ത് ബിബ്ലിക്കൽ ഹീബ്രുവിൽ ഏതാണ്ട് 28 പ്രാവശ്യം കാണപ്പെടുന്നുണ്ട് ഈ പദം. 28 times. അത് പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ 4 അർത്ഥങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന ഡിക്ഷണറിയിലുണ്ട്. അതിലൊന്ന്, first the word means a pattern, ഒരു മാതൃക എന്ന അർത്ഥം അതിനുണ്ട്. മാതൃക എന്ന അർത്ഥം.
മറ്റൊന്നാണ് ഇറ്റ് മീൻസ് എ ഷേപ്പ് ഓർ എ ഫോം. ഒരു ആകൃതി എന്ന അർത്ഥമുണ്ട്. ആകാരം അല്ലെങ്കിൽ ആകൃതി എന്ന അർത്ഥമുണ്ട്. മൂന്നാമത്തേത് ഇറ്റ് സിഗ്നിഫൈസ് ദ ഒറിജിനൽ after which a thing is patterned. This word represents or it signifies the original after which a thing is patterned. അതായത് എന്തിൻ്റെ സാദൃശ്യമാണോ അല്ലെങ്കിൽ സാദൃശ്യത്തിലാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് മാതൃകയായ ആ അസലായ കാര്യം, അതിനുവേണ്ടിയും ഈ പദം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം നോക്കിക്കാട്ടെ. ഐശയ്യ 40:18, 40:18. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏതു പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? സ്തോത്രം. ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും? സ്തോത്രം. അതുതന്നെയാണ് നാം ഉൽപ്പത്തി 1:26 കാണുന്നത്. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം. അപ്പോൾ അവിടെ ആ സാദൃശ്യം അല്ലെങ്കിൽ ഈ ഡിമാറ്റ് എന്നോ ഡാമ എന്നോ പറഞ്ഞിരിക്കുന്ന പദം, അതിന് മൂന്നാമത്തെ അർത്ഥം എന്തിൻ്റെ പ്രതിമയാണോ അത് ഒറിജിനലായിട്ട്, അസലായിട്ട്, എന്തിൻ്റെ പ്രതിരൂപമായിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ അസൽ രൂപത്തിനും ഈ പദം ഉപയോഗിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് നാം കാണുന്നത് പ്രത്യേകിച്ച് സങ്കീർത്തന പുസ്തകത്തിലാണ്. അത് നമുക്കിവിടെ അധികം പ്രസക്തമല്ല. സങ്കീർത്തനം 58:4 ഒരു സാദൃശ്യം കാണാം. നമുക്കിവിടെ അത് പ്രസക്തമല്ലാത്തത് കൊണ്ട് അത് വിടുന്നു. അപ്പോൾ ഇതാണ് ലൈക്നെസ് എന്നതിൻ്റെ അർത്ഥം. ലൈക്നെസ് എന്നതിൻ്റെ അർത്ഥം അഥവാ സാദൃശ്യം. സാദൃശ്യം. ഇവിടെ ഈ സാദൃശ്യം ഹോമോട്ടോമ എന്നാണ് ഗ്രീക്ക് പദം. ഹോമോട്ടോമ, HOMOT ഹോമോട്ടോമ. ഹോമോട്ടോമ. ചിലതിനോട് സമാനമായത്, സമമായത്, ചിലതിൻ്റെ മാതൃകയിലുള്ളത്, ചിലതിനെ പോലെ ഇരിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥമായിട്ടുള്ളത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എന്തിലൊക്കെയോ നമ്മൾ ദൈവത്തെ പോലെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. സ്തോത്രം. ദൈവത്തെ പോലെയാണെന്നാണ് അർത്ഥമാക്കുന്നത്.
അപ്പോൾ അത് എന്തിലൊക്കെ എന്നുള്ളതും കൂടെ നമുക്ക് നോക്കിയാൽ കുറച്ചുകൂടെ മനസ്സിലാകും. ആ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എന്തിലൊക്കെ നമ്മൾ ദൈവത്തെ പോലെ ആയിരിക്കുന്നു? സാത്താൻ വാഗ്ദാനം ചെയ്തതും അത് തന്നെയാണ് ഹവ്വയോട്. ഈ പഴം നീ തിന്നാൽ ദൈവത്തെ പോലെയാകും. ഏത് വിഷയത്തിൽ? ഏത് വിഷയത്തിൽ ദൈവത്തെ പോലെയാകുമെന്ന മനുഷ്യരോട് സാത്താൻ പറഞ്ഞത്? തിന്മകളെ കുറിച്ചുള്ള നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്നതിൽ, നന്മ തിന്മകളെ തിരിച്ചറിയുന്ന വിഷയത്തിൽ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തെ പോലെയാണ് സൃഷ്ടിച്ചത്. നമ്മളിപ്പോൾ സാദൃശ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവത്തെ പോലെയാ സൃഷ്ടിച്ചത്. ആ ദൈവത്തെ പോലെ സൃഷ്ടിച്ചപ്പോൾ ഒരു വിഷയത്തിൽ ദൈവം മനുഷ്യനെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചില്ല. ഏത് വിഷയത്തിലാ? നന്മയും തിന്മയും തമ്മിൽ വേർതിരിച്ച് അറിഞ്ഞ് തിന്മയെ തിരഞ്ഞെടുക്കാനുള്ള പ്രാപ്തി അവന് കൊടുക്കാതെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഒരർത്ഥത്തിൽ ദൈവം അത് കൊടുത്തില്ലെന്നല്ല, ആ ഇല്ലാഞ്ഞ വിഷയത്തിലും കൂടെ മനുഷ്യൻ ദൈവ സാദൃശ്യത്തിലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ദൈവത്തിന് നന്മയും തിന്മയും അറിയാമെങ്കിലും തിന്മ തിരഞ്ഞെടുക്കാൻ പ്രാപ്തിയില്ലാത്തവനാണ് ദൈവം. അത് ദൈവത്തിൻ്റെ അപ്രാപ്തി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ദൈവത്തിന് കഴിയാത്ത കാര്യമാണ്. സ്തോത്രം. എന്ത്? തിന്മ മുഴുവനും നന്നായി അറിയാവുന്ന ദൈവം തിന്മ തിരഞ്ഞെടുക്കുന്നില്ല എന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവത്തെ പോലെ നന്മയും തിന്മയും അറിവുള്ള വേറെ ഒരു വ്യക്തിയില്ലല്ലോ. എന്നിട്ടും ദൈവം എന്ത് ചെയ്യുന്നില്ല? എന്ത് ചെയ്യാൻ കഴിയുന്നതുമല്ല. മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ വന്നാൽ ഉപകാര. He നമുക്കൊന്ന് cannot choose തിന്മയെ he cannot തിന്മ ചെയ്യാനോ തിന്മ തിരഞ്ഞെടുക്കാനോ. Though God knows നന്മ and തിന്മ, good and evil, very well, but he cannot, not only he does not, but rather he cannot choose evil. God had made man also in the same likeness, that he may not choose, he may not deliberately choose evil. And therefore God had prohibited him even from knowing the evil things. ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തെ പോലെ എന്നർത്ഥം. ഒന്നാമത് അനുരൂപമായി എന്ന് നമ്മൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ എന്ന് ഉള്ളതിനർത്ഥം നമ്മൾ കണ്ടത് ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാൻ എന്നർത്ഥത്തിലാണ്, ദൈവത്തിൻ്റെ പകരക്കാരനായി എന്നർത്ഥത്തിലാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ദൈവസാദൃശ്യം എന്നത് ദൈവത്തെ പോലെ. അതിലൊരു കാര്യമാണ് നമ്മളിപ്പോൾ ആദ്യം ചിന്തിച്ചത്.
തിന്മ ചെയ്യാനും തിരഞ്ഞെടുക്കാനും കഴിയാത്ത ദൈവം മനുഷ്യനെ തന്നെ പോലെ സൃഷ്ടിച്ചപ്പോൾ തിന്മ അറിയാത്തവനായി സൃഷ്ടിച്ചു. തിന്മ അറിയാത്തവനായി സൃഷ്ടിച്ചു. സ്തോത്രം. അത് ദൈവസാദൃശ്യമാണ്, ദൈവത്തെ പോലെയാ. എന്നാൽ വഞ്ചകനായ പിശാചു വന്ന് അതിന് പകരമായി മനുഷ്യനോട് പറയുന്നു, ഇല്ല, നീ ഇത് തിന്നാൽ തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, നന്മ തിന്മകളെ അറിയാൻ തക്കതുപോലെ നീ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെയാകും. സ്തോത്രം. ഇതിനോട് ചേർത്തങ്ങ് പറഞ്ഞു പോകാം. ഈ അർത്ഥത്തിൽ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടെ അവനിലുള്ള ഈ ദൈവസ്വരൂപത്തിന് കേട് സംഭവിച്ചോ? സംഭവിച്ചു. തിന്മയെ അറിയാനും അവൻ പ്രാപ്തനായി, തെരഞ്ഞെടുക്കാനും അവൻ പ്രാപ്തനായി. തിന്മ അറിയാനും തിന്മ തിരഞ്ഞെടുക്കാനും. Yeah, now he had that choice to choose evil. നേരത്തെ അവന് തിന്മ തിരഞ്ഞെടുക്കുന്ന ഒരു സംഗതി ഇല്ല. അതിനെക്കുറിച്ച് അവന് അറിവ് പോലില്ല. അതുകൊണ്ട് പാപം സംഭവിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അവൻ എന്ത് ചെയ്തു? He hid from God. ദൈവത്തിൽ നിന്നും ഓടി ഒളിക്കുന്നു, തന്നെ തന്നെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു. In vain, as soon as he fell in that sin, soon after his fall, he chose to flee from God's presence. Rather, he chose to hide himself from the omniscient God. സർവജ്ഞാനിയായ ദൈവത്തിൽ നിന്നും തന്നെ തന്നെ മറച്ചു വയ്ക്കുവാൻ വേണ്ടി, ഒളിച്ചിരിക്കുവാൻ വേണ്ടി അവൻ തീരുമാനമെടുക്കുക. സർവജ്ഞാനിയായ ദൈവത്തിൽ നിന്നും ഒളിഞ്ഞിരിക്കാൻ അവന് കഴിയില്ല. പക്ഷേ ആ തിന്മയിലേക്ക് അവൻ നയിക്കപ്പെട്ടപ്പോൾ മൗഢ്യമായി, ഫൂളിഷായി അവനത് ചിന്തിക്കുന്നു. അങ്ങനെ തിന്മയിലേക്ക് അവൻ പോയി, തിന്മയിലേക്ക് പോയി. അങ്ങനെ തിന്മ തിരിച്ചറിയാനും തിന്മ തിരഞ്ഞെടുക്കാനും കൂടെ പ്രാപ്തനായതുകൊണ്ടാണ് ദൈവം അവന് മരണം, ശാരീരിക മരണം വിധിച്ചത്. God awarded this fallen man a physical death because now he was capable to deliberately know evil, create evil, and choose evil. And God said, no, it is very much dangerous.
he should not live long with these abilities, and therefore it is better for him to die. Therefore, prohibit him from the tree of the fruit of life. ഇവനിപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാനും തിരഞ്ഞെടുക്കാനും ഒക്കെ പ്രാപ്തിയുള്ളവനായി നമ്മിൽ ഒരുത്തനെ പോലെ ആയിരിക്കയാൽ ഇവന് മരണം വിധിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ തിന്മ മുഴുവനും തിരഞ്ഞെടുക്കുന്ന ഇവൻ ഒരിക്കലും മരിക്കാത്ത ഒരു ചിരഞ്ജീവിയായിട്ട് എങ്ങനെ ഇരുന്നാൽ പ്രപഞ്ചത്തിന് എന്തോ ഒരു ദോഷമായിരിക്കും. അതുകൊണ്ട് ശാരീരിക മരണം ദൈവം അവന് വിധിച്ചു. അതുകൊണ്ടാണ് ഏദനിൽ നിന്നും അവനെ പുറത്താക്കിയത്. ഏദനിലെ ജീവവൃക്ഷത്തിന്റെ ഫലം ഇവൻ പറിച്ച് തിന്നാതിരിപ്പാൻ കാവലാക്കിയത്. സ്തോത്രം. പാസ്റ്റർ, ഒരു സംശയം. ഇതും ഒരു ദൈവത്തിന്റെ സ്നേഹമല്ലേ? തീർച്ചയായിട്ടും. ആ വിഷയവും നമ്മുടെ ഈ ക്ലാസ്സിൽ നേരത്തെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ ക്രിയേഷണൽ ആട്രിബ്യൂട്ട്സും റിഡംറ്റീവ് ആട്രിബ്യൂട്ട്സും എന്നതിനെ വിളിക്കും. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഗുണങ്ങളും വീണ്ടെടുപ്പിൻ്റെ സ്വഭാവങ്ങളും ഇവിടെ കാണാം. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സമീപനമാണ് ഇത്. ആദമിനെ ഏദനിൽ നിന്നും പുറത്താക്കിയതും ആദമിനെ ശാരീരിക മരണത്തിന് വിധിച്ചതും ജീവവൃക്ഷത്തിന്റെ ഫലം അവന് വിലക്കിയതുമെല്ലാം. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും വീണ്ടെടുക്കപ്പെടാൻ സാധ്യമല്ലാത്തവനായി അവൻ തുടർന്നേനെ, സാത്താനെ പോലെ. ദൈവം അത് ആഗ്രഹിച്ചില്ല. അതും ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. സ്തോത്രം. അത് ദൈവത്തിൻ്റെ റിഡംറ്റീവ് ആട്രിബ്യൂട്ട്സിൽ ഉൾപ്പെടുത്താം. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. സ്തോത്രം. ഇതുവരെയുള്ളതിൽ മറ്റെന്തെങ്കിലും? എന്നാൽ ഒരു കാര്യവും കൂടെ നമുക്ക് നോക്കാം. ദൈവസാദൃശ്യം, ദൈവത്തെ പോലെ, അതിലൊരെണ്ണം നമ്മൾ കണ്ടു. തിന്മ തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് അറിവുണ്ടെങ്കിലും തിന്മ ചെയ്യാത്ത ദൈവത്തെ പോലെ, തിന്മ അറിയാൻ പോലും കഴിയാത്തവനായി ആ സ്വഭാവത്തോടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 2, ആത്മാവായ ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് മനുഷ്യനിൽ ദൈവം തൻ്റെ ആത്മാവിൻ്റെ ഒരു പങ്ക് ഇട്ടു. അല്ലെങ്കിൽ തന്നിലുള്ളതുപോലെ, താനായിരിക്കുന്നത് പോലെ മനുഷ്യനിൽ ആത്മാവിനെ നൽകി. വേറെ ഒരു സൃഷ്ടിക്കും നൽകിയിട്ടില്ലാത്ത ഒരു ദൈവ സാദൃശ്യമാണത്. പണ്ട് കാനമച്ചൻ ചോദിച്ച ചോദ്യം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഈ സന്ദർഭത്തിൽ പറയാം. കുരങ്ങനെ പോലിരിക്കുന്ന മനുഷ്യനും മനുഷ്യനെ പോലിരിക്കുന്ന കുരങ്ങനും തമ്മിൽ എന്താണ് വ്യത്യാസം? നീ കുരങ്ങനെ അവിടെ പറഞ്ഞതേ ഉള്ളൂ, വേറെ ഏത് സൃഷ്ടിയും എടുത്തോളൂ. അവ എല്ലാറ്റിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന
പ്രധാനപ്പെട്ട ഘടകമാണ് മനുഷ്യനിൽ ദൈവം സന്നിവേശിപ്പിച്ചിരിക്കുന്ന ആത്മാവ്. സ്തോത്രം. സഭാപ്രസംഗം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, നിത്യതയും അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു. നിത്യത മനുഷ്യന്റെ ഉള്ളിൽ എന്നുള്ളതിന് ചില ബൈബിൾ ഭാഷ്യങ്ങൾ നമുക്ക് തരുന്ന അർത്ഥം ഹി പുട്ട് ഹിസ് സ്പിരിറ്റ് ഇൻ ഹിം എന്ന. ഇൻസ്റ്റെഡ് ഓഫ് ഇറ്റേണിറ്റി ഇൻ ഹിം, ബൈബിൾ സെയ്സ് സ്പിരിറ്റ് ഇൻ ഹിം. നിത്യതയും അവൻ്റെ ഉള്ളിൽ വച്ചിരിക്കുന്നു എന്നതിന് ചില ഭാഷകളിൽ നമ്മൾ വായിക്കുന്നത് നിത്യത എന്നല്ല, ആത്മാവിനെ എന്ന. സ്തോത്രം. അപ്പം മനുഷ്യനെ പോലെ ഇരിക്കുന്ന കുരങ്ങനും കുരങ്ങനെ പോലെ ഇരിക്കുന്ന മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നതിന് ഉത്തരം പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, സനാതനനായ ദൈവത്തെക്കുറിച്ചുള്ള ബോധം. 2, സനാതനമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള ബോധം. 1, നിത്യനായ ദൈവത്തെക്കുറിച്ചും 2, നിത്യമായ ജീവിതത്തെക്കുറിച്ചുമുള്ള ബോധ്യം മനുഷ്യന് മാത്രമേ ഉള്ളൂ. No creation other than man. Of course, angels are there, but on earth, no creation other than human beings has any idea about an eternal God, nor about an eternal life. This is the very peculiarity of man that distinguishes him from all creation, including all sorts of monkeys. All sorts in the sense, different levels of monkeys are there according to evolutionary theory of evolution. പരിണാമ സിദ്ധാന്ത പ്രകാരമുള്ള പലതരം കുരങ്ങുകൾ മനുഷ്യവർഗത്തോട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ടല്ലോ. അവയിൽ നിന്നെല്ലാം പോലും മനുഷ്യനെ ഏറ്റവും വ്യത്യസ്തനാക്കുന്ന ഘടകം മനുഷ്യനിൽ ദൈവം വച്ചിരിക്കുന്ന ആത്മാവ്, നിത്യതാബോധം, നിത്യദൈവത്തെക്കുറിച്ചുള്ള ബോധം എന്നുള്ളതാണ്. പള്ളിയിലോ അമ്പലത്തിലോ മോസ്കിലോ ഗുരുദ്വാരയിലോ ഒക്കെ മൃഗങ്ങൾ എത്താറുണ്ട്. അവിടെ വല്ലതും തിന്നാൻ കിട്ടുമെങ്കിൽ അത് തിന്നാൻ. അതല്ലാതെ പൂജിക്കാൻ, പ്രാർത്ഥിക്കാൻ, നൊയമ്പ് നോക്കാൻ, നിസ്കരിക്കാൻ, പൂജ നടത്താൻ, അർച്ചന ചെയ്യാൻ, ആരാധന നടത്താൻ, ബൈബിള് വായിക്കാൻ ഈ മൃഗങ്ങൾ ഒന്നും എങ്ങും പോയിട്ടില്ല. ക്രിസ്ത്യാനി എന്നും ഹിന്ദുവെന്നും മുസൽമാൻ എന്നും ഒക്കെയുള്ള ഭേദാഭേദങ്ങൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ധ്രുവീകരണവും വർഗീകരണവും നടക്കുന്നത് മനുഷ്യനിൽ മാത്രമേ ഉള്ളൂ. ദൈവങ്ങളുടെ പേരിൽ മനുഷ്യൻ മാത്രമേ വിഭജിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരൊറ്റ കാള പോലും ഹിന്ദു ആയിട്ടില്ല. ഒരൊറ്റ കാള പോലും മുസ്ലിമും ക്രിസ്ത്യാനി ആയിട്ടില്ല. ഒരൊറ്റ മൃഗവും, ആടിനെയൊക്കെ ഒത്തിരി ബലി കഴിക്കുന്ന, ഒട്ടകങ്ങൾ ഉള്ളതിനെ കഴിക്കാറുണ്ട്, എന്നാലും ഒരു പ്രത്യേക സമയത്ത് ആടിനെ മാത്രം ബലി കഴിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരൊറ്റ മുസ്ലിം ആട് പോലും ഇല്ല. ഈ ജാതീയ ധ്രുവീകരണം മനുഷ്യനിൽ മാത്രം. ദൈവത്തിന്റെ പേരിലെ വേർപാടും ധ്രുവീകരണങ്ങളും എല്ലാം മനുഷ്യനിൽ മാത്രം. എന്തുകൊണ്ടാ?
മനുഷ്യനിൽ മാത്രമാണ് ദൈവത്തെക്കുറിച്ച് ബോധം തരുന്ന ആത്മാവുള്ളത്. അത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലെ രണ്ടാമത്തെ ഘടകമായി നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ പോലെ. കാരണം ദൈവം ആത്മാവാണ്. ഈ ആത്മാവായ ദൈവവുമായി മനുഷ്യന് ബന്ധപ്പെടുവാൻ സാധിക്കുന്നത് ഈ ആത്മാവെന്ന ദൈവിക സാദൃശ്യത്തിലൂടെയാണ്. വേറെ ഒരു സൃഷ്ടിയിലും ഈ ആത്മാവിൻ്റെ സന്നിവേശം നടന്നിട്ടില്ലായകയാൽ അവയ്ക്കൊന്നിനും ദൈവത്തോട് വ്യക്തിപരമായ ബന്ധം പുലർത്തുവാൻ സാധ്യമല്ല. സ്തോത്രം. എന്നാൽ മനുഷ്യനോ എത്ര കിരാതനായ മനുഷ്യനായാലും, സാവേജിയസ് ആയിട്ടുള്ള കിരാതനായ മനുഷ്യനായാലും, അവനും ദൈവത്തെക്കുറിച്ച് എന്തോ ഒരു ഉത്ബോധമുണ്ട്. അവൻ അവൻ്റെ രീതിയിൽ ദൈവത്തെ വിളിക്കുന്നു, ആരാധിക്കുന്നു, കുമ്പിടുന്നു, ഭക്തി കാണിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവ സാദൃശ്യം, രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. നമ്മെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവത്തിന് സ്തോത്രം. മാത്രമോ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കാൻ അനാദിയിൽ തന്നെ തീരുമാനിച്ചു വെച്ചിരുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ആ പ്രിയ പുത്രൻ മൂലം നമ്മെ തെരഞ്ഞെടുത്തതിനായി ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമോ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട സ്വരൂപത്തോട് അനുരൂപരാകേണ്ടതിന് കാലാകാലങ്ങളിൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് ആക്കി വച്ചിരിക്കുന്ന സനാതനനായ ദൈവത്തിന് സ്തോത്രം. അതെ, നാം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്നാൽ പാപം നിമിത്തം അതിൽ ചിലതിനൊക്കെ കുറേയൊക്കെ വീഴ്ചകൾ സംഭവിച്ചു. അവിടം കൊണ്ടും ദൈവം നമ്മെ തള്ളിക്കളഞ്ഞില്ല. പാപം ചെയ്ത ദൂതന്മാർക്ക് വേണ്ടി ദൈവം നരകാഗ്നി ഒരുക്കിയപ്പോൾ പാപം ചെയ്ത മണ്ണുകൊണ്ടുള്ള മനുഷ്യനു വേണ്ടി പ്രായശ്ചിത്തമായി കാൽവറി ഒരുക്കിയവനാണ്. ആ കാൽവറിയിലൂടെ നമുക്ക് ആദാമിൽ നഷ്ടപ്പെട്ട ദൈവ സ്വരൂപത്തെക്കാൾ ഏറെ നല്ലതും പൂർണ്ണതയുള്ളതും ഒരിക്കലും നഷ്ടപ്പെടാത്തതുമായ ഒരു സ്വരൂപം ഒരുക്കി വെച്ചു. അതാണ് നാം റോമർ 8:29 വായിക്കുന്നത്. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. സ്തോത്രം. അതെ, ദൈവം നമുക്ക് തന്ന ആ സ്നേഹവായ്പിനായി അവിടുത്തേക്ക് സ്തോത്രം. നമ്മെ തന്നോട് അനുരൂപരാക്കുവാൻ നമ്മോടനുരൂപനായി ഭൂമിയിൽ പിറന്ന, ക്രൂശിൽ മരിച്ച ക്രിസ്തുയേശുവിനായി സ്തോത്രം. വരുവീൻ, നമുക്കവനെ വണങ്ങി നമസ്കരിക്കാം. നമ്മെ ഇങ്ങനെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. ഈ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ശിഷ്ടകാലം കഴിപ്പാൻ ദൈവം നമുക്കേവർക്കും ഈ വചനങ്ങളാൽ കൃപ ചെയ്യുമാറാകട്ടെ.